ഞങ്ങളിപ്പോൾ ആർള ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആറള ഫാമിലേക്ക് തുടങ്ങുന്ന അടുത്ത കാഴ്ചകളാണ് ഇതൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആറളത്തൊരു സ്കൂളൊക്കെ ഉണ്ട്. അങ്ങനെ ആറളത്തേക്ക് എത്തി. ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് എത്തി, വളയഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ എൻ്റെ മക്കൾക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം സാറിനെ കണ്ട് ഇറങ്ങി. ഇതിപ്പോൾ ഈ ഒരു പാലം പോലെയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് നടന്നു നോക്കട്ടെ. ഇവരിതാ 2 പേര് മുന്നേ നടക്കുന്നു. ഒരാളാണ് എൻ്റെ മോള്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു പുഴയൊക്കെ ഉണ്ട്. ഇത് എന്താണ്, ഏത് പുഴയാണെന്നൊന്നും അറിയത്തില്ല, പേരൊന്നും അറിയത്തില്ല. കീഴ്പള്ളിയിൽ നിന്ന് വരുന്ന റോഡാണത്. ഇങ്ങോട്ട് പോയാൽ പാൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. നല്ല ഭംഗിയുള്ള പാലം. ഇതിലെ പോയി എവിടെ എത്തുമെന്ന് അറിയത്തില്ല. മണത്തണ എന്ന് പറയുന്ന സ്ഥലത്തെത്തും പേരാവൂര്. അങ്ങോട്ട് പുഴയൊക്കെ വറ്റി വരണ്ടു പോയി. ഇവിടെ മഴക്കാലമാകുമ്പം വെള്ളം ഉണ്ടാവും തോന്നുന്നു. ഇതാ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഒഴുകുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ആന 7-ാം ബ്ലോക്കിലെങ്ങാണ്ട് ഇറങ്ങിയിട്ട് അതിനെ വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. ഭയങ്കര ഇതായിട്ടാണ്. ഞങ്ങൾ പോകുന്ന വഴിയല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടെയാണ് എൻ്റെ മക്കൾ ഇൻറ്റേൺഷിപ്പിന് വരുന്നത്. നേരത്തെ ഉള്ള ഒരു പാലത്തിൻ്റെ തൂണാണത്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ തൂണാണ് ഇപ്പം കാണുന്നത്. ഇത് കണ്ടോ, അപ്പുറ സൈഡിലുമുണ്ട്. ഇത് പുതിയതായിട്ട് പണിത പാലം. ആറളം ഫാമാണ് മെയിൻ ഓഫീസാന്ന് തോന്നിയത്. ആന കയറാതിരിക്കാനുള്ള വേലിയൊക്കെ ഉണ്ട്. ഫെൻസിങ്. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ മുന്നോട്ട് നടക്കുക. എന്തോ മൃഗം ഇതിലെ ഇറങ്ങിയതാണ്. ആനയാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത്രയും ദൂരം ഒന്ന് നടന്നു വരണം ഒരു സ്കൂളിൻ്റെ അടുത്തേക്ക്. ആറളം സ്കൂളുണ്ട് ഇവിടെ. ഇതാ നല്ല ഏറിയൊക്കെയാണ് ഇവിടെ. പക്ഷെ ആൾക്കാരൊന്നും താമസമൊന്നും കാണുന്നില്ല. ഇതിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. ബസ് പോകുന്ന കണ്ടില്ല.
അല്ലാത്ത കാറും ജീപ്പും ഓട്ടോയും ഒക്കെ പോകുന്നുണ്ട് ഇതിലെ. ഇവരൊരു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്നപ്പോഴത്തേനും ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയ്ക്ക് പോവുക ഞങ്ങൾ. കുറച്ച് വീട്ടുകാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര. എന്നുവെച്ചാൽ ആറളപ്പാമ്പ് കാണാൻ പറ്റി. ഞങ്ങൾ പോയപ്പോൾ ആനേനെ ഓടിക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്കൊന്നും കടത്തി വിട്ടില്ല.